സീറ്റ് ബെൽറ്റ് ഇട. സംസ്കാരവും മര്യാദയും നിങ്ങളുടെ അമ്മയെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുഞ്ഞിലെ നല്ല തല്ല് തന്ന് വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും അഹങ്കാരിയാവില്ല. സോറി. നീ എന്താ പറഞ്ഞേ? ഞാൻ ശരിക്കും കേട്ടില്ല. സോറി. നീ ശരിക്കും സോറി പറഞ്ഞതാണെങ്കിൽ നിനക്ക് ഇച്ചിരെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നീ പ്രോമിസ് ചെയ്യും. നീ നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്റെ അച്ഛനോട് പറയും. നീ ഒരു ഒന്നാം തരം ഗുണ്ടയും ചതിയനും ആണെന്നും എനിക്ക് ഈ പണി പറ്റില്ലെന്നും ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നും. ഇതെനിക്കൊരു ജോലി മാത്രമല്ല സാർ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. പിന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് എന്ത് ആപത്തുണ്ടായാലും അതിൽ നിന്നെല്ലാം ഞാൻ തന്നെ രക്ഷിക്കണം. എന്ത് ഉത്തരവാദിത്വമാണോ എന്നെ ഏൽപ്പിച്ചത് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്നോട്ട് മറന്ന പ്രശ്നമേ ഇല്ല. ആഹാ, ഇതാണോ കാര്യം? നീ നോക്കിക്കോ, നിന്റെ മാമൻ തന്നെ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എന്തായി കാണിക്കുന്ന എന്തായി കാണിക്കുന്ന വണ്ടി? വേണ്ട 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 വേണ്ട. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഇപ്പൊ രണ്ടുപേരുടെ ജീവൻ പോവായിരുന്നു, അറിയോ? ജീവൻ എന്തായാലും പോകും. എന്റെ അല്ല, നിന്റെ മാത്രം. ഞാൻ എന്റെ അച്ഛനോട് പറയും, ആദ്യ ദിവസം തന്നെ അച്ഛൻ നിയമിച്ച വിശ്വസ്തനായ ബോഡി ഗാർഡ്, എന്താ നിന്റെ പേര്? ആ, എന്തോ ആവട്ടെ, അദ്ദേഹത്തിന്റെ മോളെ രക്ഷിക്കാൻ പറ്റിയില്ല. നിനക്കറിയോ, എനിക്കൊരു ചെറിയ മുറിവ് പറ്റിയതേ ഉള്ളൂ. അച്ഛൻ വല്ലാത്ത പുകില വീട്ടിൽ കാണിച്ചേ. അപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ മുറിവുമായിട്ട് നിന്നെ എന്തായിരിക്കും ചെയ്യാ? നിന്നെ തല്ലി തല്ലി ജോലി പുറത്താക്കും. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഈ ജോലിന്ന് പുറത്തു പോവാൻ. അപ്പൊ നീ സമ്മതിച്ചില്ല. അനുഭവിച്ചോ? നീ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ട പോലെ തോന്നി. സാധാരണ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരോട് പറയത്തില്ലേ, മുന്നിലിരിക്കുന്നവരോട് മാസ്ക് ധരിക്കാൻ പറയുന്നതിന് മുമ്പേ സ്വന്തമായിട്ട് മാസ്ക് ധരിക്കുക. അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെയാ ചെയ്തത്. ഒരു മിനിറ്റ്. രണ്ടുപേരുടെ ജീവൻ പോവായിരുന്നു, അറിയോ? ജീവൻ എന്തായാലും പോകും. എന്റെ അല്ല, നിന്റെ മാത്രം. ഞാൻ എന്റെ അച്ഛനോട് പറയും, ആദ്യ ദിവസം തന്നെ അച്ഛന്റെ വിശ്വസ്തനായ ബോഡി ഗാർഡ്, എന്താ നിന്റെ പേര്? അദ്ദേഹത്തിന്റെ മോളെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്തിനും തികഞ്ഞ ഒരു താന്തോന്നിയോടാണ് തന്റെ ഇങ്ങനത്തെ ഓരോ പ്രവർത്തികൾ. അതും ഗുണ്ടായുസത്തിൽ ഡിഗ്രി എടുത്ത് PhD എടുത്ത് സൂരജ് എന്ന എന്നോട്. പിന്നെ എന്റെ ജോലി ഒരൊറ്റ കാരണം കൊണ്ടേ പോത്തു. ഈ വീഡിയോ കണ്ടതിന് ശേഷം തന്റെ അച്ഛൻ തന്നെ ഉറപ്പായും ഒരു മുറിയിൽ അടച്ചിട്ടു. പിന്നെ തനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. പിന്നെ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യവുമില്ല. മനസ്സിലായോ?
അച്ഛൻ മോളെ നിനക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. സർ, നന്നായി മോളെ നീ എനിക്ക് മെസ്സേജ് അയച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് എങ്ങനെ അറിയുന്നേ? സൂരജ്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? മറുപടി പറയാൻ. അച്ഛാ അത് സർ, അത് വണ്ടിയുടെ കുറുകെ ഒരു കാട്ടുപൂച്ച ചാടിയത്. പെട്ടെന്നെടുത്ത് വണ്ടിയുടെ ഇടയിലേക്ക് ചാടിയതുകൊണ്ട് എനിക്ക് കാണാനും പറ്റില്ല സർ. ഞാൻ മാക്സിമം ശ്രദ്ധിച്ചാ ഓടിച്ചത്. പക്ഷേ ശ്രദ്ധിച്ചു പോലും അശ്രദ്ധ കാണിക്കാനല്ല ഞാൻ നിന്നെ ജോലിക്ക് വെച്ചത്. എന്റെ മോളുടെ ജീവൻ സംരക്ഷിക്കാനാ നിന്നെ അവളുടെ ബോഡികളാക്കിയത്. ആക്ച്വലി അച്ഛാ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അച്ഛാ. ഒന്നും ആലോചിക്കാതെ ഞാൻ പെട്ടെന്ന് സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു. സോറി അച്ഛാ. നോക്കുമോളെ, ഇവനുണ്ടല്ലോ, ഇവന് അവന്റെ ജോലി നന്നായിട്ട് അറിയാം. അവന്റെ ജീവൻ കൊടുത്ത് നിന്നെ അവൻ രക്ഷിക്കും. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ പൂർണ്ണമായും സുരക്ഷിതയാണ്. പിന്നെ കാട്ടിലെ പൂച്ചകളെ നേരിടാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം, കേട്ടല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഇവന്റെ ജോലിയെ തടസ്സപ്പെടുത്തരുത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാം. വാമോ. നീ എന്നെ ഇന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിന്റെ താന്തോന്നിയുടെ മുഖം ഞാൻ വലിച്ചു കീറും. ഞാനും എന്റെ പപ്പയുടെ മകളല്ലേ.